ഞാൻ പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വാട്ടർ പ്യൂരിഫയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഏതൊക്കെ ഫീൽഡുകളിലേക്കാണ് ഇവർ പിടിക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. ഒരു ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ഏത് ഫീൽഡിലേക്ക് തിരിയണമെന്ന് തീരുമാനിക്കുന്നത്? സത്യത്തിൽ പല ബിസിനസ്സുകാരും നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്തു വന്നത്, എന്ത് പ്രൊഡക്റ്റാണ് ഇതുവരെ ചെയ്തതെന്ന് അത് തന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ഒന്നും അല്ലാതെ ആയി പോയ പല ബിസിനസ്സുകാരെ കാണാം. ഞങ്ങള് അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിനെ സ്നേഹിക്കുന്നുള്ളൂ. ഞാൻ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പോലും ഞാൻ സ്നേഹിക്കാറില്ല, അത് പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കാറില്ല. അപ്പോൾ കാലത്തിന്റെ ട്രെൻഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ വിറ്റേ പറ്റുള്ളൂ. ഇപ്പോൾ ആളുകളുടെ വീട്ടിലെ വെള്ളം എന്ന് പറയുന്നത്, കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ടൗണാണ് കേരളം. മറ്റ് ടൗണുകൾ പോലെയല്ല. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്ക് നടന്നു പോയാൽ ടൗണുകൾ ടൗൺ ടു ടച്ചായി. അപ്പോൾ വീടുകൾ അതിനനുസരിച്ച് കൂടുതലാണ്, പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമ്മൾ ഈ 3.5-4 കോടി ജനങ്ങൾ മിക്കവാറും എല്ലാവർക്കും വീടുകളുണ്ട്. അപ്പോൾ വാട്ടർ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം, നല്ല വെള്ളത്തിന്റെ ഒരു സാധ്യതകളൊക്കെ കുറഞ്ഞു വരികയാണ്. പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് 3 മാസം ആകുമ്പോഴേക്കും വെള്ളം ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ടും നമുക്കവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഒരു വാട്ടർ പ്യൂരിഫയർ വേണം, അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഒരു വെസൽ വേണം, വാട്ടർ ഫിൽട്രേഷൻ വേണം എന്നുള്ളത് തന്നെയാണ് ഇനിയത്തത്.